പുരം വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ ജോണിന്റെ വീട് സന്ദർശിച്ച മന്ത്രിമാർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ എന്നിവരാണ് വീട്ടിലെത്തിയത്. തിരച്ചിലുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ പരാതികൾ മന്ത്രിമാർ കേട്ടു. വിവരങ്ങളുമായി ശ്രീജിത്ത് കെ ജെ ചേരുന്നു. ശ്രീജിത്ത്, എന്തായാലും ഇപ്പോൾ കടലിൽ കാണാതായ ജോണിന്റെ വീട് സന്ദർശിച്ചിരിക്കുകയാണ് മന്ത്രിമാർ. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വള്ളം മറഞ്ഞ് കാണാതായ ജോണിൻ്റെ വസതിയിലാണ് മന്ത്രിമാർ സന്ദർശനം നടത്തിയത്. വലിയ വിമർശനമായിരുന്നു ആ കുടുംബത്തിനുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഈ വിമർശനങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ 11ാം ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂറും അടക്കമുള്ളവർ ആ വീട് സന്ദർശിച്ചത്. അതോടൊപ്പം തന്നെ കോവളം MLA വിൻസെൻ്റ് അടക്കമുള്ളവർ ആ വീട് സന്ദർശിക്കാൻ ഈ ആഭ്യന്തര മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ അറിയാവുന്നതാണ്, 11 ദിവസമായിരിക്കുന്നു. ഇതിൻ്റെ തുടക്കത്തിലെല്ലാം വലിയ രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായതായി ജോണിൻ്റെ മകളടക്കമുള്ളവർ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആ കുടുംബവും ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചു. തങ്ങളെ ഈ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട്, രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായി. ഏകോപനമില്ലായ്മ ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു എന്ന രീതിയിലുള്ള ഈ ജോണിനെ കണ്ടെത്തുന്നതിനെ ബാധിച്ചു എന്ന രീതിയിലുള്ള മകൾ വിമർശനം ഉന്നയിച്ചു. അതിനിടയിലാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി ആ വീട് സന്ദർശിച്ചത്. ആ വീട് സന്ദർശിക്കുകയും ആ മകളോടും അതോടൊപ്പം തന്നെ മകനോടും കുടുംബാംഗങ്ങളും അവരെല്ലാമായി സംസാരിച്ചിരുന്നു. അവർ തങ്ങളുടെ ബുദ്ധിമുട്ടും അതോടൊപ്പം തന്നെ ഇതിൽ തുടക്കം സർക്കാരിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മന്ത്രിക്കെതിരെ അബ്ദുൽ ഗഫൂറിനെതിരെയും ഈ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. അബ്ദുൽ ഗഫൂർ ഇന്നും ആ വീട് സന്ദർശിക്കാനല്ല തയ്യാറായിരുന്നില്ല. പിന്നീട് ആഭ്യന്തരമന്ത്രിക്കൊപ്പമായിരുന്നു ആ വീട്ടിലേക്ക് സന്ദർശനം നടത്തിയത്. അതും അവിടെ പരാതിയായി ആ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായി തന്നെ ഇനി മുന്നോട്ട് പോകും, കൃത്യമായി അവിടെ നിരീക്ഷണം നടത്തുന്നുണ്ട്, ജോണിനെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമവും തുടരുമെന്നാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ കൃത്യമായി തന്നെ കണ്ടെത്താനുള്ള ഒരു പദ്ധതി തന്നെ തയ്യാറാക്കുമെന്നാണ് ഇപ്പോൾ ഫിഷറീസ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഈ കുടുംബം ഈ മന്ത്രിസഭയ്ക്കെതിരെ, പ്രത്യേകിച്ച് ഈ സർക്കാരിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സന്ദർശനത്തിന് പിന്നാലെ ആ കുടുംബവും ആ വിമർശനത്തിൽ വിട്ടുവീഴ്ചയ്ക്കെല്ലാം കടുത്ത നിലപാടിൽ നിന്നും പിന്നോട്ട് പോയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പരാമർശം അന്ന് വേദനിപ്പിച്ചു. അതുകൊണ്ടാണ് ഇത്തരം കടുത്ത വിമർശനങ്ങൾ നടത്തിയതെന്നാണ് ആ കുടുംബം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജോണിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് 11ാം ദിവസമാണ്. ഈ 11 ദിവസമായിട്ടും ഈ ജോണിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ആ നാട്ടിലും അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിനുമെല്ലാം വലിയ വിഷമമാണ് വരുത്തി വച്ചിരിക്കുന്നത്. ഇത് വിഴിഞ്ഞം പുല്ലുവിളയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. എന്നിട്ടും എന്തുകൊണ്ട് മന്ത്രി അടക്കമുള്ളവർ അവിടെ സന്ദർശിച്ചിട്ടില്ല എന്നൊരു ചോദ്യം വലിയ രീതിയിൽ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ഈ മന്ത്രിസംഘത്തിൻ്റെ സന്ദർശനം. സുജിത്ത്, എന്തായാലും ജോണിന്റെ മകൾക്കെതിരെയുള്ള സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മക്കൾ പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തിൽ ഈ ഒരു വിഷയത്തിലും ഒരു പരിഹാരം, അല്ലെങ്കിൽ ഈ ഒരു വിഷയം കൂടി പരിഗണിക്കുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും സർക്കാരിനെതിരെ രംഗത്ത് വന്നപ്പോൾ, സർക്കാരിൻ്റെ വീഴ്ചയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ വലിയ രീതിയിൽ തന്നെയായിരുന്നു ജോണിൻ്റെ മകൾക്കെതിരെ സൈബർ ഇടങ്ങളിൽ ഒരു ആക്രമണമുണ്ടായത്. വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു, നിറത്തിൻ്റെ പേരിലും മറ്റും ആക്ഷേപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ തന്നെ മകൾ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചത് തൻ്റെ പിതാവിനെ ഓർത്തിട്ടാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ തനിക്കും തൻ്റെ കുടുംബത്തിനും വേദനയായി മാറി. അതുകൊണ്ടാണ് ഈ കടുത്ത പരാമർശം നടത്തിയതെന്നാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ആ മകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു അച്ഛൻ നഷ്ടപ്പെട്ട മകളുടെ വേദനയായാണ് ഇപ്പോൾ എന്തായാലും അത് ഗവൺമെൻറ്റും കാണുന്നത്. എന്തായാലും കൃത്യമായി തന്നെ ഇപ്പോൾ തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു. 3 ഇടങ്ങളിലാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒന്ന് കൊല്ലത്ത് ഗൗതം, അതോടൊപ്പം തന്നെ മുതലപ്പുഴയിലും വിഴിഞ്ഞത്തുമാണ്. അപ്പോൾ 3 പേർക്കും വേണ്ടി കൃത്യമായ തിരച്ചിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ മുന്നോട്ട് കൃത്യമായൊരു ആദ്യത്തെ വീഴ്ചയിൽ നിന്നും മുന്നോട്ട് പോകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്, ആഭ്യന്തര വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നത്. ശരി, വ്യക്തമാണ്. കടലിൽ കാണാതായ ജോണിന്റെ വീട് സന്ദർശിച്ചിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രിമാർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ എന്നിവരാണ് ഇവരുടെ വീട്ടിലെത്തിയിട്ടുള്ളത്. തിരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള കുടുംബത്തിന്റെ പരാതികളെല്ലാം മന്ത്രിമാർ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ശ്രീജിത്ത് കെ ജെ.